ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. മലപ്പുറത്ത് അധ്യാപകന്റെ അടിയേറ്റ് വിദ്യാർത്ഥിയുടെ കൈയിന്റെ എല്ല് പൊട്ടി. 5ാം ക്ലാസ്സുകാരിക്കാണ് പരിക്കേറ്റത്. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു കുട്ടിയുടെ കൈയിൽ ചൂരൽ കൊണ്ടടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റിട്ടും അധ്യാപകർ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. അദ്ദേഹം കുറേ ദിവസമായിട്ട് പനിയായിട്ട് ഞാൻ ലീവ് ചെയ്യുന്നേ. അപ്പോൾ അന്നത്തെ ഞാൻ നോട്ട്സ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഴുതിയിരുന്നു. സാറിൻ്റെ തന്നെയാണ്, ഗണിതത്തിൻ്റെ തന്നെയാണ്. ആ എഴുതുമ്പോൾ ബാക്കിൽ കൂടെ വന്നിട്ട് അടിച്ച് ചൂരലേറ്റ്. അത് ഞാൻ അങ്ങനെ വെക്കുമ്പോൾ അടിച്ച്. അപ്പം എൻ്റെ കൈമത്തെ പേനയും ബുക്കും ഇതൊക്കെ തെറിച്ചുകൊണ്ട് പോയി. പിന്നെ അവിടെ ഉണ്ട് ഒരു കറുത്ത പാടായിട്ട് വന്നേ. പിന്നെ എനിക്ക് കൈയായിട്ട് ഒന്നും പിടിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എനിക്ക് ടീച്ചറാണ് വാരിയൊക്കെ തന്നത്. എനിക്കാണ് ചോറൊന്നും തിന്നാൻ പറ്റില്ല. ഇങ്ങനെ വരച്ചിട്ട് ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ ചെറുതായിട്ടായിരുന്നു അടിച്ച്. അപ്പോൾ തുടങ്ങിയ കരച്ചിലാണ്. ഓൾ കരച്ചിൽ നിർത്തണില്ലാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ ഓള് ഇവിടെ ചെറിയ കുട്ടിയാണ്, എന്തൊക്കെ അങ്ങനെ ഒരു കരച്ചിലൊന്നും ഓൾ കരയിലില്ല. ചെറിയ വേദന ആയാലും ഒന്നും കരയിലില്ല. ഇതിപ്പോൾ ഇങ്ങനെ കരച്ചിൽ കരയാൻ മാത്രം എന്തൊക്കെ ഉണ്ടായി സാറാന്? ഇല്ല, ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്തില്ല. അവൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ ഞാൻ അടിച്ചത്. അപ്പം മോൾ 3 ദിവസമായിട്ട് ക്ലാസ്സിൽ ലീവ് ആയിരുന്നു. ഇന്നാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഇവിടെ ക്ലാസ് ടീച്ചർ കാവ്യ ടീച്ചറും വിളിച്ചപ്പോൾ പറഞ്ഞ കൈ ചെറുതായിട്ട് ഇങ്ങനെ ഒരു നീര് മാതിരി ഉണ്ട്, അവൾക്ക് കൈ ഒന്നും ഇതാക്കാൻ കഴിയില്ല, നിങ്ങൾ വരാൻ പറ്റുമെന്ന് വെച്ചു. ഇനി എൻ്റെ മോൾക്ക് ഇത് പറ്റി, ഇനി വേറൊരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കരുത്. ചൂരൽ കൊണ്ടുപോകാൻ ക്ലാസ് റൂമിൽ പാടില്ലല്ലോ. ഇങ്ങനെ അടിച്ചിട്ട് കൈയിൻ്റെ എല്ല് പൊട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ എത്ര വിഷമമുണ്ട്. ക്ലാസ് തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ. ഈ മാഷന്മാരെ പരിചയപ്പെടാം. കുട്ടിക്ക് നല്ല പഠിക്കും ചെയ്യും. ആ വിഷയത്തിൽ തന്നെ കുട്ടിക്ക് ഫുൾ മാർക്കുണ്ട് ക്ലാസ് പരീക്ഷ എടുത്തപ്പോൾ. ഇനി വളരെ വിഷമമായി പോയി ഇത് കേട്ടപ്പോൾ. സോണൽ കൃഷ്ണ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സോണൽ, ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ള ഒരു നിസ്സാര കാരണത്തിന്റെ പേരിലാണോ ആ കുഞ്ഞിന്റെ കൈയുടെ എല്ല് അടിച്ചു പൊട്ടിച്ചിരിക്കുന്നത് ഈ അധ്യാപകനെ കുറിച്ച് സമാനമായ പരാതികൾ എന്തെങ്കിലും മറ്റു വിദ്യാർത്ഥികൾക്കുണ്ടോ? എന്താണ് സ്കൂൾ അധികൃതർ പറയുന്നത്? ആര്യ, ഏറ്റവും സങ്കടപ്പെടുത്തുന്ന, സമാന രീതിയിൽ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിലെ കല്ലുങ്ങലിൽ ഉണ്ടായിട്ടുള്ളത്. MSM-HSS കല്ലുങ്ങപ്പറമ്പ് എന്ന് പറയുന്ന സ്കൂളിൽ വെച്ചാണ് ബൽരാജ് എന്ന് പറയുന്ന ഗണിത അധ്യാപകൻ ഈ കുട്ടിയുടെ കൈയിൻ്റെ എല്ല് അടിച്ച് പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. പേടിപ്പെടുത്തുന്ന സാഹചര്യമാണ്. ഈ സംഭവവുമായി ഈ കുടുംബം പുറത്തു പരാതിയുമായി എത്തിയപ്പോൾ തന്നെ സമാന രീതിയിൽ തങ്ങളുടെ കുട്ടികൾക്കും ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അനവധി അധ്യാപകർ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ആ കുട്ടിയുടെ കയ്യിന് ചൂരൽ കൊണ്ടടിച്ച് എല്ല് വരെ പൊട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 3 ദിവസമായ കുട്ടി പനി ബാധിച്ച് അവധിയായിരുന്നു. അതിനുശേഷം എത്തിയപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന കുട്ടിയുടെ നോട്ട് നോക്കി പൂർണ്ണമായി തൻ്റെ നോട്ട് പൂർത്തീകരിക്കാനും ഫില്ല് ചെയ്യുന്ന സാഹചര്യത്തിലാണ് അധ്യാപകൻ പുറകിൽ നിന്ന് വന്നുകൊണ്ട് ആ കുട്ടിയുടെ കയ്യിനടിച്ച എല്ല് പൊട്ടുന്ന സാഹചര്യം വരെ ഉണ്ടായത്. പക്ഷേ ഇതിൽ ദയനീയമായി വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ കയ്യിൽ അത്തരത്തിൽ നിറം മാറി കൈ നീര് വെച്ചിട്ട് പോലും ഈ അധികൃതരോ സ്കൂൾ അധികൃതരോ അധ്യാപകർ ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്നത് ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ അധ്യാപകർ ചേർന്ന് ഈ കുട്ടിയുടെ വീട്ടിലെത്തിക്കുന്നത്. വീട്ടിലെത്തിച്ച ശേഷമാണ് ഈ രക്ഷിതാക്കൾ ചേർന്ന് പിന്നീട് പുത്തനത്താണിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അതുവരെ ഈ അധ്യാപകർ ആരും ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചില്ല എന്ന് പറയുന്നത് ഏറ്റവും ഗൗരവമേറിയ കാര്യം തന്നെയാണ്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. ബൽരാജ് എന്ന് പറയുന്ന ഗണിത അധ്യാപകനാണ് ഇത്തരത്തിൽ ഈ ക്രൂരത ഈ കുട്ടിയോട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥിനിയോട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഗൗരവമേറിയ വിഷയമാണ്. എന്തായാലും വകുപ്പ് തലത്തിലുള്ള നടപടികൾ ഉൾപ്പെടെ ഇതിൽ ആവശ്യമാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ചൈൽഡ് ലൈനിലും അതുപോലെ തന്നെ പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകാനുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ കുടുംബം ഉള്ളത്. ആര്യ, ഓക്കെ സോണൽ, ഇതിപ്പോൾ ഈ കുട്ടി നേരിട്ട ഈ വിഷയം, അത് സോണൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ ഗൗരവമേറിയ വിഷയം തന്നെയാണ്. ഇതിനു മുമ്പും ഈ അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ക്രൂരമായ എന്തെങ്കിലും നടപടികൾ ഈ കുട്ടി നേരിട്ടിരുന്നതായി കുടുംബത്തിന് പരാതിയുണ്ടോ? ഇത്തരത്തിൽ കുട്ടി വീട്ടിൽ വന്ന് ഈ അധ്യാപകനെതിരെ നേരത്തെ പരാതി നൽകിയ സാഹചര്യം എന്തെങ്കിലും ഉണ്ടോ? അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചല്ലോ മറ്റു കുട്ടികൾക്കും സമാനമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള പരാതികൾ ഈ ഘട്ടത്തിൽ മാത്രമാണോ ഉയർന്നു വരുന്നത്, അതോ ഇതിനു മുമ്പും ഈ അധ്യാപകനെതിരെ ഇത്തരത്തിൽ നിരന്തരം പരാതികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമായിരുന്നോ?
ആര്യ, അല്പസമയം മുമ്പ് നമ്മൾ ആശുപത്രിയിലെത്തിയും ഈ കുട്ടിയുടെ രക്ഷിതാക്കളും ആ പരിസര പ്രദേശത്തെ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് ഈ സംഭവം അറിഞ്ഞ് നിരവധി പേര് തങ്ങളുടെ മക്കൾക്കും ഇത്തരത്തിൽ ഈ അധ്യാപകന്റെ പക്കത്തിൽ നിന്ന് അടിയേറ്റിട്ടുണ്ട്, മർദ്ദനമല്ല അടിയേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രതികരണം ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിന്മേൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആ കുടുംബത്തിൻ്റെയും ആ പ്രദേശത്തെ ജനപ്രതിനിധികളുടെയും ഒക്കെ തന്നെ ഒരു തീരുമാനം. കാരണം എന്താണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട അധ്യാപകരാണ്. പക്ഷേ ഒരു തെറ്റും ചെയ്യാതെ ആ കുട്ടി താൻ ലീവായ ദിവസത്തെ നോട്ടുകൾ എഴുതിയെടുക്കുന്ന സമയത്ത് പുറകിൽ വന്ന് ആ കുട്ടി പോലും അറിയാതെ കയ്യിൻ്റെ ഏകദേശം ഈ ഭാഗത്തായിട്ട്, കൈപ്പത്തിയുടെ ഭാഗത്തായിട്ട് ചൂരൽ കൊണ്ട് അടിച്ച് എല്ലിന് പൊട്ടൽ സംഭവിക്കുക എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം. എത്രത്തോളം വേദന ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഏകദേശം 1 മണിക്കൂർ ഈ സംഭവം നടന്ന് 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും കൈ വലിയ തോതിൽ നീര് വെച്ച് കയ്യിൻ്റെ നിറം മാറുന്ന സാഹചര്യം വരെ ഉണ്ട്. അപ്പോഴും ഈ ക്ലാസ് ടീച്ചറോ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളോ ഈ അടിച്ച ഈ അധ്യാപകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തിയില്ല എന്നുള്ളത് ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്, ഗുരുതരമായിട്ടുള്ള പിഴവാണ് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരും. ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയുടെ വീട്ടിൽ വിളിച്ച് കുട്ടിയുടെ രക്ഷിതാക്കളോട് പറഞ്ഞത് ഒന്ന് ഇങ്ങോട്ടേക്ക് വരണം, ഈ കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല, ചെറുതായി ഒന്ന് അടിച്ചതിൻ്റെ പേരിലാണ് ഈ കുട്ടി കരയുന്നത് എങ്ങനെ ആവർത്തിച്ച് പറയുന്നു. പക്ഷേ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജുമയുള്ളത് കൊണ്ട് ആ സമയത്തൊന്ന് ആ കുട്ടിയുടെ അമ്മയ്ക്ക് സ്കൂളിലേക്ക് എത്താൻ വേണ്ടി ഒരു വണ്ടി കിട്ടിയില്ല. സാധാരണക്കാരായ കുടുംബമാണ്. ആ കുട്ടിയുടെ അച്ഛൻ ഉൾപ്പെടെ ആ പണിക്ക് പോയതായിരുന്നു. ഈ സാഹചര്യത്തിൽ സ്കൂളിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ അധ്യാപകർ ഒടുവിൽ ഉച്ചയ്ക്ക് ശേഷം ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കൈകൊണ്ട് വയ്ക്കുന്നില്ല. അങ്ങനെ ആ ക്ലാസ് ടീച്ചറാണ് ആ കുട്ടിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയാണ് ഈ അധ്യാപകർ ചേർന്ന് ഈ കുട്ടിയെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. അപ്പോഴും ആശുപത്രിയിൽ എത്തിച്ചിട്ടില്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഈ വീട്ടിൽ എത്തിച്ചതിന് ശേഷം ഈ രക്ഷിതാക്കൾ ചേർന്നാണ് ഈ കുട്ടിയെ പുത്തനത്താണിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് കൈയിൻ്റെ എല്ലിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനം അതായത് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി മാത്രമല്ല പ്രതീക്ഷിക്കുന്നത്, നിയമപരമായി കൂടി മുന്നോട്ട് പോവുകയാണ് കുടുംബം. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? അതിനുള്ള നീക്കങ്ങൾ തുടരുകയാണ്. കാരണം ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ അല്പസമയം മുമ്പാണ് ഈ ആശുപത്രിയിൽ കുട്ടിയെ എത്തിക്കുന്നത്. വേണ്ട ചികിത്സ ഉറപ്പുവരുത്തുന്ന ആ സമയത്താണ് ഇപ്പോഴാണ് അവർ ആശുപത്രി വിടുന്നത്. കുട്ടിയുടെ കയ്യിൽ പ്ലാസ്റ്റർ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. ആ കുട്ടിയുമായി ഇപ്പോഴാണ് ആ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ വീട്ടിലേക്ക് മടങ്ങുന്നത്. എന്തായാലും ഉടൻ തന്നെ ഈ ചൈൽഡ് ലൈനിലും പോലീസിലും ഉൾപ്പെടെ പരാതി നൽകാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നുള്ളതാണ് കുടുംബം നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സോണൽ കൃഷ്ണയാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിശദമായി സോണൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ ഗൗരവതരമായ ഒരു വിഷയമാണ്. ഒരു കുഞ്ഞിനെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാണ് 5ാം ക്ലാസ്സുകാരിയുടെ കൈ ഒരു അധ്യാപകൻ കൈയുടെ എല്ല് തല്ലി ചതച്ചിരിക്കുന്നത്, പൊട്ടിച്ചിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിയമപരമായി കൂടി അവർ മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുടുംബം. അടിയന്തരമായി നടപടി എടുക്കേണ്ട ഒരു